താൻ പറഞ്ഞത് മാത്രമേ അയാൾ കേൾക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു സേവകൻ, അങ്ങനെ ഒരു ഉണ്ണിയെ തനിക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഗണപതിയുടെ ജന്മം ഉണ്ടാകുന്നത്. അമ്മയുടെ ദേഹത്ത് ഉണ്ടായിരുന്ന മണ്ണ് കൊണ്ട് എന്ന് പറയുന്നത് എനിക്ക് അതൊക്കെ കൂടുതൽ ഇഷ്ടം കേട്ടോ. കാരണം ദേവി എന്ന് പറയുന്നത് പ്രകൃതിയാണ്. അപ്പൊ അമ്മ മണ്ണിൽ നിന്ന് ഗണപതി ഉണ്ടാക്കി എന്ന് പറയുന്നതാണ് കൂടുതൽ. ചില ആൾക്കാരൊക്കെ പറയും ദേഹത്ത് മഞ്ഞൾ പുരട്ടി കളഭം പുരട്ടി അതിന്ന് ഗണപതി ഉണ്ടാക്കിയെടുത്തു. ദേവി പ്രകൃതി ആയതുകൊണ്ട് മണ്ണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. ആ ദേവിയുടെ ദേഹത്ത് നിന്നുണ്ടായിരുന്ന് പറ്റിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്കുള്ളൊരു ഒരു രൂപം ഉണ്ടാക്കി എന്നും അതിന് മനുഷ്യത്തലയുള്ളൊരു കുട്ടിയായിട്ട് അതിനെ ഉണ്ടാക്കിയെടുത്തു എന്നാണല്ലോ പറയണേ. അവരെയാണ് വിനായകൻ എന്ന് വിളിക്കുന്നത്. ആ കുട്ടിയുടെ പേര്. അവന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ ഒറ്റ ഡ്യൂട്ടി ഉള്ളൂ, അത് അമ്മയെ നോക്കുക എന്നുള്ളതാണ്. പ്രൊട്ടക്ട് ഹർ മദർ എന്നുള്ള ഒറ്റ കമാൻഡേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ പ്രോഗ്രാമിങ് ചെയ്ത് വിട്ട ഒരു ആളാണ്. എന്ത് വന്നാലും അമ്മയെ നോക്കുക. അപ്പോഴാണ് ഈ ഭഗവതി വിളിച്ച് പറയുന്നത്, മോനെ ഞാനാണ് നിന്റെ ജന്മം നൽകിയിട്ടുള്ളത്, ഞാനാണ് നിന്റെ എല്ലാം,